ഇപ്പൊ കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ഞാൻ ഏത് നോക്കണം, കീമിന്റെ ക്ലാസ് എടുക്കണോ? അതായത് ഇപ്പോഴും ഒരു കൺക്ലൂഷൻ കിട്ടാത്തവര് എന്നാ ടെൻഷൻ ഉള്ള ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കീം നോക്കണോ അതോ ക്യുസാറ്റ് നോക്കണോ എന്നുള്ളത്. ഇത് ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ്. ഞാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കീമായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ കീമിന്റെ കാര്യം എന്ത് ചോദിച്ചാലും നമുക്ക് കറന്റ് കീം സ്റ്റുഡൻസിന്റെ എണ്ണം 0 നിൽക്കുക. ഇപ്പൊ 0 സ്റ്റുഡൻസ് വെച്ചും കൊണ്ട് ഞാൻ എന്ത് പറയാനാ? കഴിഞ്ഞ തവണ 10 പേരുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ഷീറ്റ് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അവർ എത്ര അറ്റൻഡ് ചെയ്തു, അവരെങ്ങനെ അറ്റൻഡ് ചെയ്തു, അവരെ നമ്മൾ ഏത് ലെവലിലാണ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, ആ ലെവലോളം വന്നോ അല്ലെങ്കിൽ വന്നില്ലേ. നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അത് റാൻഡംലി നമുക്കിപ്പോൾ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന പിള്ളേരെ പൊക്കിയിട്ട് അവരെ അയച്ചു തരാന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ അറിയത്തില്ല പേഴ്സണലി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കുറച്ചൊരു കുഞ്ഞൊരു സർക്കിളുണ്ട്, ഒരു 10-50 പേര് അല്ലെങ്കിൽ 60 പേര് കുഞ്ഞൊരു സർക്കിളുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യുസാറ്റ് മാത്രം നോക്കണോ അതോ കീം നോക്കിയിട്ട് ഇനി ക്യുസാറ്റിലോട്ട് പോകണോ, എന്താണ് ഇതിനകത്തുള്ള ഒരു കാര്യം? അപ്പൊ അതിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 2023-24 കീം പേപ്പേഴ്സ് 22 കീം പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എന്താണ്? 2022-23-24. അപ്പൊ ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ കോവിഡിന് ശേഷം വന്നേക്കുന്ന കീം പേപ്പേഴ്സിന് നിലവിലൊരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റേൺ വലുതായിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ പാറ്റേൺ ഇല്ലെന്ന് നിങ്ങൾ ചുമ്മാ പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വരെ ഓക്കെ, സ്റ്റിൽ ഓക്കെ ആണ്. പക്ഷെ 2023 വന്ന പേപ്പർ പാറ്റേണുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് പണ്ട് ചോദിച്ചിരുന്ന പോലല്ല, പുതിയ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അത് കാരണം ഞാൻ കീമിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ പറഞ്ഞ കാര്യം നമ്മളെ പ്രഡീഷൻ പോലെ വന്നില്ല, എന്നാലും കുഴപ്പമില്ല, എഴുതാൻ പറ്റി, ക്ലാസ് എടുത്തോണ്ട് ഇമ്പ്രൂവ് ആയി, അതെങ്ങനെയല്ലേ പറയത്തുള്ളൂ. അതായത് അങ്ങനെയുള്ള ജെന്യുവൻ ആയിട്ട് നമുക്ക് കരുതാം. അല്ലെങ്കിൽ എന്റെ അടുത്ത് പറയും മടിയായിട്ട് പറയാതിരുന്നോ, നമുക്ക് രണ്ട് രീതിയിൽ കാണാലോ ഒരു സാധനം. അപ്പൊ എല്ലാരും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളോട് പറയാനുള്ള ഒരു മടി കാരണമായിരിക്കും, അല്ലെങ്കിൽ അത് നല്ലതായോണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കിയപ്പോൾ ഒരു പാറ്റേൺ ഇല്ല. 2024 എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് ആയി. അപ്പൊ വെയിറ്റേജും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയി. അപ്പൊ ഇനി നിങ്ങൾ 2025 പേപ്പർ നോക്കുമ്പോൾ പുതിയ പാറ്റേണിൽ ഒരു ഇയറിൽ എക്സാം നടന്നുള്ളൂ. ഒരു ഇയറിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കൂടി നടക്കും. അപ്പൊ ഒരു ഇയറിൽ എക്സാം നടക്കുമ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ഒരു 1-2 ഇയർ എങ്കിലും കൺസിക്യൂട്ടീവ് ആയിട്ട് എക്സാം നടന്ന് പുതിയ പാറ്റേണിൽ പേപ്പർ ഒരു കുറച്ച് കൂടുതൽ പേപ്പർ കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റൂ ഇന്ന എക്സാമിന് ഇതാണ് പാറ്റേൺ എന്ന്. അപ്പൊ 2024 പുതിയ പാറ്റേൺ വന്നിട്ട് 2025 അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും എന്ന് എന്താണ് ഷുവർട്ടി ഉള്ളത്? അപ്പൊ ആ ഒരു ലോജിക്കില് നമുക്ക് ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് 1 to 2 ഇയേഴ്സ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സാമിന്റെ പാറ്റേൺ 2 കൊല്ലം ഇതായിരുന്നു, റിപ്പീറ്റ് ആയിട്ട് വരും. നിങ്ങൾ ചോദിക്കും 2023 എക്സാമിന്റെ പാറ്റേൺ മാറിയതല്ലേ? 24 എടുത്തപ്പം ഞാൻ പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 2023 ക്യുസാറ്റ് എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മാറിയത്. പക്ഷെ ക്യുസാറ്റ് എക്സാമിന്റെ പാറ്റേൺ മാറിയപ്പം ചോദിക്കുന്ന ടോപ്പിക്കുകൾ മാറിയില്ല. ടോപ്പിക്കുകൾ അത് അതുപോലെ തന്നെ നിന്നു, വെയിറ്റേജുള്ള ടോപ്പിക്ക് അത് തന്നെ നിന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ എണ്ണം മാത്രം ചേഞ്ച് ആയിരുന്നു. അത് 120-ന്ന് 90-ലോ 125-ന്ന് 90-ലോ, അതായത് 35 ക്വസ്റ്റ്യൻ കുറയുക ചെയ്തത്, അല്ലാതെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റിയോ ടൈപ്പോ ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺസ് കൂടുതൽ കിട്ടുന്നത് ക്യുസാറ്റിന്റെ പേപ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിയാൽ അതേ ലെവലിൽ തന്നെ പോവാണ് വരുന്നത്. ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 20 ഷിഫ്റ്റെങ്കിലും നിങ്ങൾ കവർ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത്, അതായത് കീമിനെ പോലെ ക്യുസാറ്റ് പേപ്പറിനകത്ത് ന്യൂമറിക്കലിൽ, അതായത് തിയറികളാണ്. നിങ്ങൾ നോക്കിയാൽ മതി, തിയറീസ് ആണ് കൂടുതലുള്ളത്, ന്യൂമറിക്കൽ വളരെ കുറവാണ്. അപ്പൊ ഒരു ഷോർട്ടർ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് തിയറി കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വർക്ക്ഔട്ട് ചെയ്യാൻ പെട്ടെന്ന് കയറി പോകാൻ പറ്റും ക്യുസാറ്റ് എക്സാമിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിന് പക്ഷേ നിങ്ങൾ അത്യാവശ്യം എഫേർട്ട് ഇടാം. മാത്സ് അത്യാവശ്യം നാഷണൽ ലെവലിലായതുകൊണ്ട് മാത്സ് നല്ലപോലെയാണ് പോകുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീമിന് ഇനി വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ വളരെ ടൈറ്റ് ആണ്. ക്യുസാറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഷിഫ്റ്റിന്റെ ഡേറ്റ് അനുസരിച്ച്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു 1 month പ്രിപ്പറേഷൻ എടുത്ത് കിട്ടും. ഇനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്യുസാറ്റ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കോച്ചിങ് എടുത്തോ സ്വന്തമായിട്ടോ എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്ന ലെവലിൽ നിങ്ങൾ ഇന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സാം വരുന്നത് എന്താണ് മെയ് 10-ാം തീയതിയാണ്. ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ഏകദേശം 10 ആയിട്ടില്ല. അറൗണ്ട് ഒരു 35 ഡേയ്സിനടുത്ത് നമുക്ക് കിട്ടും. 35 ഡേയ്സിനകത്ത് കിട്ടുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കീം കോച്ചിങ്ങിലായിരിക്കും. ഇപ്പൊ കീമിന്റെ മാത്സും ഉണ്ട്, ക്യുസാറ്റിന്റെ മാത്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ക്വസ്റ്റിന്റെ വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരു ഫാർ
നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ പഠിക്കുന്ന ലെവൽ ഒരു 35 ഡേയ്സിൽ നല്ല ലെവൽ പഠിച്ചിട്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി പിന്നെ കൂടും. ഇനി വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ കീമും ക്യുസാറ്റും അല്ലാതെ? വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ ക്യുസാറ്റിന്റെ മാത്സ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ക്യുസാറ്റിന്റെ മാത്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IMU-CET എഴുതാൻ പറ്റും. അത് ആ ലെവലിനെക്കാട്ടിലും എളുപ്പമായിട്ടാണ് പിള്ളേർ പറഞ്ഞേക്കുന്നത്. ഇനി അതേപോലെ നിങ്ങൾക്ക് ബിറ്റ്സ് എഴുതണമെങ്കിൽ അതും ഈ ക്യുസാറ്റിന്റെ ഒക്കെ ലെവലിൽ തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് NDA ഫോക്കസ് ചെയ്യണമെങ്കിൽ NDAയും പ്രോപ്പർ ആയിട്ട് ക്യുസാറ്റിന്റെ ലെവലിനെക്കാളും കുറച്ചും കൂടി ഒരു സ്ലൈറ്റ്ലി ഈസി ലെവലിലോട്ടാണ്, ഈസി വെർഷനാണ് ക്യുസാറ്റ്. അപ്പോഴത്തേക്കും നിങ്ങളൊരു നാഷണൽ ലെവൽ എക്സാമിലോട്ട് നോക്കുമ്പോഴത്തേക്കും നാഷണൽ ലെവൽ എക്സാം ആകുമ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബിറ്റ്സാറ്റ് പോലുള്ള എക്സാംസ്, VIT പോലുള്ള എക്സാംസ്, NDA, IMU-CET, അപ്പൊ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പൺ ആവും. പക്ഷെ ഒരു സ്റ്റേറ്റിൽ മാത്രം നടക്കുന്ന ഒരു സ്റ്റേറ്റ് എൻട്രൻസ് വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണ്? ആ ഒരു പോസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 മാർക്കും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാം ആണ്. +2 മാർക്ക് ഉണ്ടോ എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് +2 മാർക്കുള്ളതിന് അഡ്മിഷൻ കിട്ടും. അപ്പൊ ആ ഒരു ലോജിക്കിലാണ് പോകുന്നത്. അപ്പൊ ആ ഒരു ലോജിക്കാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പോയിന്റിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി. NDAയുടെ പേപ്പറും നല്ലപോലെ ക്യുസാറ്റിന്റെ പേപ്പറുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. NDAയുടെ പേപ്പർ നോക്കും. അപ്പം ഇവിടെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് എക്സാംസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേറ്റ് എക്സാമിൽ നിന്ന് നാഷണൽ ലെവലായ NDAയിലോട്ട്, IMU-CET-ലോട്ട്, ബിറ്റ്സാറ്റിലോട്ട്, VIT-ലോട്ട്. അപ്പൊ നിങ്ങളുടെ പോസിബിലിറ്റീസ് റോഡനായി. കാരണം നിങ്ങൾ അത്യാവശ്യം ലെവൽ കൂടിയ മാത്സ് ആണ് ചെയ്യുന്നതെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ടൈം നോക്കുമ്പോൾ ഇനി മറ്റേതിന് എത്ര സമയം കാണും? ഒരു 15 ദിവസം വല്ലതും കാണും. ഓടിപ്പിടച്ച് പോകുന്ന വെച്ചോക്കും കൂടെ ഒരു 35 ദിവസം ടൈം കിട്ടും. സ്റ്റില് നിങ്ങൾക്ക് ഒരു ഹോപ്പ് നല്ലപോലെ വയ്ക്കാം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലുള്ള മെജോറിറ്റി ആസ്പിരൻസ് എല്ലാവരും ടീമിന്റെ പുറകെ പോകുമ്പോൾ കുറച്ച് പേര് വൃത്തിയായിട്ട് ക്യുസാറ്റ് നോക്കി പോയി കഴിഞ്ഞാൽ അവിടെ തള്ളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവരെല്ലാവരും അണ്ടർ പ്രിപ്പയർഡ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. കാരണം അവർ ഈസി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ടീമിന്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഈസിയാണ്. വലിയ ലോജിക്കൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇതൊക്കെയാണ്. പിന്നുള്ള കാര്യം പാറ്റേൺസ് വെച്ച് നോക്കുമ്പോൾ മാത്സിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാറ്റേൺ മാത്സ് ഉണ്ട്. എന്ന് വെച്ചാൽ കൺസെപ്റ്റുകൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരും. മാത്സ് അതേപോലെ തന്നെ കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. പിന്നെന്താണ്, പിന്നെ അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2023 പേപ്പറും 24 പേപ്പർ നിങ്ങൾ 23 മൊത്തം ചെയ്തിട്ടൊന്ന് 27 ചെയ്ത് നോക്കിയേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ റിപ്പീറ്റേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രെഡിക്റ്റബിൾ ആവും എക്സാം. പക്ഷെ മറ്റേന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് കഴിഞ്ഞ 2024 പാറ്റേൺ തന്നെ മാറി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2022 കീം പേപ്പറും 2024 കീം പേപ്പറും എടുത്ത് വെച്ചൊന്ന് കമ്പയർ ചെയ്യുക. 2 കൊല്ലത്തെ ചേഞ്ച്. അല്ലെങ്കിൽ 2023 വന്നപ്പോൾ എന്തൊക്കെയാണ് കീം പേപ്പറിന് വന്ന മാറ്റം, അത് കഴിഞ്ഞ് 24 വന്നപ്പോൾ കീമിന് എന്തൊക്കെയാണ് മാറ്റം വന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമാണ്, സം കുറച്ചും കൂടി ഹയർ ലെവലിലോട്ട് വരും. അപ്പൊ നിങ്ങൾ ഈ 2 ലെവലിലോട്ട് എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ 25 എനിക്ക് തോന്നുന്നില്ല ഇതേ ലെവലിൽ നിൽക്കും എന്നുള്ളത്. അവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ട്രിക്കി ആക്കാമോ പേപ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വൺസ് നോക്കിയപ്പോഴത്തേക്കും 2017 നമ്മൾ എഴുതിയപ്പം 2018 എക്സാം നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ 19 എക്സാം ഒക്കെ മോഡറേറ്റ് ആയിരുന്നു. എന്നിട്ട് 15 കീമിന് ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റി ഇങ്ങനെ കുറഞ്ഞു 20 കോവിഡ് എത്തിയപ്പോൾ പേപ്പറിന്റെ നിലവാരം കുറഞ്ഞു. എന്നിട്ട് 22, 23 ആയപ്പോഴത്തേക്ക് 22 വരെ പേപ്പറിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ 23 ആയപ്പോഴത്തേക്കും പേപ്പർ അത് കാണിച്ചുകൊണ്ടിരുന്ന സ്വഭാവമല്ല, മൊത്തത്തിൽ വേറൊരു നേച്ചറിലോട്ടായിരുന്നു പേപ്പർ പോയത്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് 24 വന്നപ്പോഴും വ്യത്യാസം നല്ലപോലെ. നിങ്ങൾ നോക്കിയാൽ മതി ഈ പേപ്പറുകളിലെ കോണിക് സെക്ഷന്റെ വെയിറ്റേജ് നോക്കാം നിങ്ങൾ. ഞാൻ അതാണ് കൂടുതൽ അന്ന് ഒബ്സർവ് ചെയ്തത്. ഇപ്പോഴും അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നതിന് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ 2 കൊല്ലം മുന്നേ കണ്ടൊരു കാര്യം. നിങ്ങൾ ഈ പേപ്പറുകളിലെ കോണിക് സെക്ഷന്റെ വെയിറ്റേജ് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഇതിനകത്ത് കോണിക്ക് എത്രയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ നോക്കുമ്പം ഈ പേപ്പറുകളിൽ കോണിക്കിന് നല്ല വെയിറ്റേജ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഈ 23 പേപ്പറിൽ എത്ര കോണിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട്, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇത് 1 2 കൊല്ലത്തെ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോരുത്തരും എന്തെങ്കിലും വീഡിയോ കാണുന്ന 1 2 ഒരു 5 പേര് കമന്റ് ചെയ്യുക, അടുപ്പിച്ച് കമന്റിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുക.
ഞാൻ നോക്കിയപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, എന്നെ ആൾ നോക്കിയപ്പോൾ എത്ര ഉണ്ടെന്ന് ഒരു 3 ഇയറോ 4 ഇയറോ ഒന്ന് എടുത്ത് വെച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ആ ഒരു പാറ്റേൺ പ്രഡിക്ഷൻ നിങ്ങൾക്ക് പറ്റാത്തിടത്തോളം 25-ലെ പേപ്പർ ഒരു സർപ്രൈസ് ആണ്. അപ്പൊ ഞാൻ നിലവിൽ നമ്മൾ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഞാൻ ഈ സർപ്രൈസിന്റെ പുറത്ത് ബാച്ച് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉള്ളതും കൂടി കൊണ്ടാണ് ഞാൻ സ്കീം കംപ്ലീറ്റ് വിഡ്രോ ചെയ്തിട്ട് പഴയ കണ്ടന്റ് മാത്രം ഒരു 500 റുപ്പീസിന് ആപ്പിനകത്ത് ഇട്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവും, വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിംഗിൽ അത് കൊടുക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് പാറ്റേൺ കംപ്ലീറ്റ് മാറി, സമയം വളരെ കുറഞ്ഞു, ടൈമിന്റെ കൺസ്ട്രെയിൻ ഭയങ്കരമായിട്ടുണ്ട്. 10-15 ദിവസം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക നമുക്ക് അറിയാത്തൊരു എക്സാമിനെ പറ്റി. പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 35 ഡേയ്സ് നമുക്ക് അറിയാവുന്ന ഒരു എക്സാമാണ്. ഏതാണ് സേഫ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. കാരണം ഈ എക്സാമിന്റെ ലെവൽ ഒരിക്കലും താന്നില്ല. ആ നാഷണൽ ലെവൽ എക്സാമിന്റെ അതേ ഫ്ലോയിൽ അത് പോയി. പക്ഷെ ബാക്കി കീമിന്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോവിഡ് വന്നപ്പോൾ അതൊന്ന് ഇടിഞ്ഞിട്ട് പിന്നെ അത് ലെവൽ കയറി കയറി വരിക. അതായത് ഒരു വി ഷേപ്പ് പോലെ കുറഞ്ഞിട്ട് അത് കൂടി വരിക. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു റിസ്ക് ഇല്ലേ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് കീം നിർത്തിയത്. ഇനി കീം തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോഴും ഒരു പ്രഡിക്ഷൻ വേണ്ടേ, അല്ലെങ്കിൽ തുടങ്ങുന്നില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ തന്നെ നിൽക്കുക. നമ്മൾ എന്തായാലും കീം തുടങ്ങുന്നില്ല, അത് തുടങ്ങാൻ വലിയ താല്പര്യമില്ല. കാരണം ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോസിബിലിറ്റീസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഈ പാറ്റേണിനെ പറ്റി ചിന്തിക്കണം, ഈ സമയക്കുറവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇത്രയും ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, ആ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന പോലെയല്ല. നിങ്ങൾ എന്താണ് ഇന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ഒരു 15 ദിവസം അവിടെ ചിന്തിക്കാനുണ്ട്, 35 ദിവസം ഇവിടെ ചിന്തിക്കാനുണ്ട്. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു 5 ദിവസമേ കാണത്തുള്ളൂ, ഇവിടെ ഒരു 25 ദിവസമേ കാണത്തുള്ളൂ. അപ്പം സ്റ്റിൽ അവിടെ നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ ഇവിടെ ദിവസങ്ങൾ കൂടുതലാണ്, സമയം കൂടുതലാണ്, കോമ്പറ്റീഷൻ കുറവാണ്, നമ്മുടെ ആസ്പിറൻസ് കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ കൂടി ചിന്തിക്കുക. ചിന്തിക്കാത്തവര് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും ഇത് തന്നെയാണ്. കാരണം കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യം ഇൻഡയറക്ട്ലി കറങ്ങി വരുമ്പോൾ ഇത് തന്നെയാണ്, ഇനി പഠിച്ചാൽ ക്യുസാറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പൊ ക്യുസാറ്റ് ഇനി പഠിച്ചാൽ കിട്ടുമെന്നുള്ളതിന്റെ വേറൊരു കാര്യം വെച്ചാൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കാര്യം, 100 പേര് ഉള്ള സ്ഥലത്ത് 10 പേര് ക്യുസാറ്റിന് പഠിച്ചിട്ട് 90 പേര് കീമിന് പഠിക്കുമ്പോൾ ഈ 90 പേര് അവിടെ കിടന്ന് ഭയങ്കര അടിയായിരിക്കും. നമ്മുടെ 10 പേര് അത്യാവശ്യം വൃത്തിയായിട്ട് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഓടി അവർ വരുമ്പോൾ 20 ദിവസമേ ഉള്ളൂ. ഇവർ കൈയിട്ട് അടിക്കുമ്പോഴത്തേക്കും അത്രയും അവർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും പേരൊരു അണ്ടർ പ്രിപ്പയർഡ് ആയിട്ട് പോകും. എന്ന് വെച്ചാൽ മെജോറിറ്റി ഒരിക്കലും കീപ്പ് ചെയ്യാത്ത ഒരു സാധനം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ക്യുസാറ്റ് ആസ്പിറൻസ്, ക്യുസാറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ നോക്കുക, ഹാപ്പി ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. കാരണം ക്യുസാറ്റ് പേപ്പേഴ്സ് ഫിസിക്സ് ഒക്കെ കമ്മിങ് ഇയേഴ്സിൽ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഡിലീറ്റഡ് ടോപ്പിക്ക് കുറഞ്ഞ കുറച്ചുകൂടി ഈസി ആയിട്ടാണ്, ഈസി വെർഷൻ 23-ന്റെ 24-ന്റെ പേപ്പർ ഈസിയാണ്, 22-ലെ പേപ്പർ വെച്ചപ്പോഴും ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ. മാത്സ് അത്യാവശ്യം എന്താണ് സ്റ്റാൻഡേർഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ടൈം നിങ്ങൾ നോക്കുക. അപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് ചോയ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് തിരഞ്ഞു പിടിച്ച് എഴുതാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ കീം നോക്കാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സിറ്റുവേഷനിൽ ഇതാണ്, എനിക്ക് അറിയത്തില്ല ഒരു പാറ്റേൺ എന്താണ് വരുന്നത്. കാരണം പുതിയ പാറ്റേണിൽ എക്സാം നടന്ന 2024 1 ഇയറിന്റെ പേപ്പർ ഉണ്ട്. ഞാൻ എങ്ങനെയാ ഒരു പാറ്റേൺ പറയുന്നത്? അപ്പൊ ആ ഒരു ചോദ്യം ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഞാൻ കീമിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. അത് കീം തുടങ്ങാമോ എന്ന് കുറെ പേര് ചോദിച്ചു. ഈവൻ നമ്മളടുത്ത് പഠിപ്പിക്കുന്നവർ തന്നെ ചോദിച്ചു, നമുക്ക് കീം തുടങ്ങിക്കൂടെ? കീം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറെ പിള്ളേരെ കിട്ടത്തില്ലേ? പക്ഷേ നമ്മൾക്കൊരു എന്താ പറയണ്ടേ, ഒരു ഷുവർട്ടി ഇല്ലെങ്കിൽ നാളെ പറയത്തില്ലേ. അതായത് കീമിന്റെ റാങ്ക് പ്രഡിക്ഷൻ തന്നെ വീഡിയോസ് നിങ്ങൾ നോക്കുക. 2023 അത് നിങ്ങൾ വേറെ നോക്കണം. നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം കൂടി നോക്കാം. 2023, 24, 24 റാങ്ക് പ്രഡിക്ഷൻസ് കുറെയൊക്കെ തെറ്റായിരുന്നു. 2023 റാങ്ക് പ്രഡിക്ഷൻ നോക്കാം. ഞാൻ ഇട്ട റാങ്ക് പ്രഡിക്ഷന്റെ കമന്റ് നോക്കാം, ബാക്കി ഇട്ടവരുടെ കമന്റ് നോക്കാം. അപ്പോഴത്തേക്കും ആ ഒരു കമന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ എക്സ്പെക്ടേഷൻ തന്നെ ആ റാങ്ക് പ്രഡിക്ഷനിൽ തന്നെ പോയി. നിലവിലെ റാങ്ക് പ്രഡിക്ഷൻ ഒക്കെ ഒരുവിധം ആക്യുറേറ്റ് ആവുന്ന കാര്യമാണ്. പക്ഷെ റാങ്ക് പ്രഡിക്ഷൻ കംപ്ലീറ്റ് തെറ്റിയ ഒരു കൊല്ലം 2023. കാരണം എന്താ, പേപ്പറിന്റെ പാറ്റേൺ മാറി വന്നപ്പോഴത്തേക്ക് അത് നല്ലൊരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നു. അപ്പൊ അതൊരു വലിയൊരു പോയിന്റ് ആണ്. നിങ്ങളുടെ റാങ്ക് പ്രഡിക്ഷൻ തന്നെ നിങ്ങൾ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ, കാരണം എല്ലാവരുടെ എക്സ്പെക്ടേഷനെ തെറ്റിച്ച ഒരു കൊല്ലമാണ്. അപ്പൊ എന്റെ റാങ്ക് പ്രഡിക്ഷൻ അന്ന് കറക്റ്റ് ആയിരുന്നു, പക്ഷെ 2024 എന്റെ റാങ്ക് പ്രഡിക്ഷൻ എന്താണ് അത്രയ്ക്ക് ആക്യുറേറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി
നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ആ വീഡിയോസിന്റെ, ഞാൻ മാത്രം ഇട്ടതല്ല, എല്ലാ യൂട്യൂബേഴ്സ് ഇട്ട വീഡിയോയുടെയും റാങ്ക് പ്രഡിക്ഷന്റെ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്റെ എക്സ്പെക്റ്റഡ് ഇത്രയായിരുന്നു, പക്ഷെ വന്നപ്പോൾ ഇത്രയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് എക്സാം മാറുന്നു എന്നുള്ളൊരു ചോദ്യം ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ ക്യുസാറ്റിന്റെ റാങ്ക് പ്രഡിക്ഷൻ കഴിഞ്ഞാണ് ഇട്ടത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരുന്നു. നിങ്ങൾ കമന്റ് നോക്കാം, ഞാൻ കമന്റിനകത്ത് തെറ്റായിട്ടുള്ളതുണ്ടെങ്കിൽ കമന്റുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണും. ഞാൻ അങ്ങനെ ഡിലീറ്റ് ഒന്നും ചെയ്യില്ല, ഞാൻ കമന്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോലുമില്ല. ഇപ്പൊ പല കമന്റിന് റിപ്ലൈ പോലും കൊടുക്കാതെ കാണും. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് നീ പറയാനുള്ളത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങളതിലുള്ള ദിവസം 35 ദിവസം അല്ലെങ്കിൽ ഒരു 36 ദിവസം, ആ ഒരു ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താണ്, നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയെന്ന് പറയാം. കാരണം നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജിൽ എൻഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. നിങ്ങളൊരു ഗവൺമെന്റ് കോളേജിലോട്ട്, നല്ല കോളേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ടയർ 1 കോളേജ്, കുസാറ്റ് ഒരു ടയർ 1 കോളേജും കൂടിയാണ്. അപ്പം അതായത് അവിടുത്തെ കോഴ്സുകളെല്ലാം ടയർ 1 ആണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുകയാണെങ്കിൽ ആ ഒരു രീതിയിലോട്ട് മാറും. അപ്പോഴത്തേക്ക് അതാണ് ഇവിടെ പറയാനുള്ളത്. അതായത് ഈ ഒരു 30 ദിവസം വൃത്തിയായിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ റിപ്പീറ്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ ഫാക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുക.